ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഓഫർ ഓഹരി. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സിംഗിൾ കാൻഡിൽസ്റ്റിക് പാറ്റേൺ ആയ പിൻ ബാറിനെ പറ്റിയാണ്. അതായത് പിൻ ബാർ എന്ന് പറയുമ്പോൾ നമുക്ക് ആ ഒരു കാൻഡിൽസ്റ്റിക്സിൽ അതിന്റെ ബോഡി ചെറുതായിരിക്കും, എന്നാൽ വിക്ക് വലുതായിരിക്കും. സാധാരണയായിട്ട് ഒരു റിവേഴ്സൽ പാറ്റേണിന് വേണ്ടിയാണ് നമ്മൾ പിൻ ബാർ യൂസ് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ നമ്മൾ പെർട്ടിക്കുലർ ഇപ്പോൾ നമ്മൾ 15 മിനിറ്റിന്റെ പിൻ ബാർ കാൻഡിൽസ്റ്റിക് ആണ് എടുക്കണമെങ്കിൽ ആ ഒരു 15 മിനിറ്റിൽ ബയേഴ്സ് ആണ് മാർക്കറ്റ് കൺട്രോൾ ചെയ്യുന്നതാണ് പറയുന്നത്. ബുള്ളിഷ് പിൻ ബാർ ഉണ്ട്, ബെയറിഷ് പിൻ ബാർ ഉണ്ട്. നമ്മളിപ്പോൾ അന്ന് ബുള്ളിഷ് പിൻ ബാർ ആണ് നോക്കുന്നത്. അപ്പോൾ ഈ ബുള്ളിഷ് പിൻ ബാർ വെച്ചിട്ട് നമുക്കൊരു ഡേ ട്രേഡിംഗ് സ്ട്രാറ്റജി നോക്കാവുന്നതാണ്. അപ്പോൾ അതെങ്ങനെയാണ് ഈ ഒരു സ്ട്രാറ്റജി വർക്ക് ചെയ്യാന്ന് നമുക്ക് ഇന്നത്തെ വീട്ടിലോട്ട് നോക്കാം. അപ്പോൾ നമുക്ക് ഏതൊക്കെ സ്റ്റോക്സുകളാണ് ഓപ്പണിംഗ് 15 മിനിറ്റ് പിൻ ബാർ ഫോം ചെയ്ത് വരുന്നത്, അത്തരം സ്റ്റോക്സുകൾ നമ്മൾ സെലക്ട് ചെയ്തെടുക്കണം. അതിനുശേഷം നമ്മൾ ആ ഒരു പിൻ ബാറിന്റെ ഹൈ മാർക്ക് ചെയ്യണം. ആ ഹൈ അടുത്ത ക്യാൻഡിൽസ് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ അവിടെ നമുക്ക് ബൈയിലേക്ക് പോകാവുന്നതാണ്. അതാണ് നമ്മുടെ ഈ ഒരു സ്ട്രാറ്റജി. അത് നമുക്ക് മാനുവലായിട്ട് ഓരോ സ്റ്റോക്സുകൾ സെലക്ട് ചെയ്ത് പിൻ ബാർ ഫോം ചെയ്ത് കണ്ടുപിടിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരു സ്കാനർ ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഞാൻ ചാർട്ടിങ്ങിൽ ഒരു സ്കാനർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരു ലിങ്ക് ഞാൻ വീഡിയോയുടെ കമന്റ് ബോക്സിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ സ്കാനർ കിട്ടുന്നതാണ്. ഇവിടെ ഞാൻ യൂസ് ചെയ്യുന്ന സ്ട്രാറ്റജി എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസത്തെ വോളിയം അത് തൊട്ട് മുമ്പത്തെ ദിവസത്തെ വോളിയത്തിനെ കാട്ടി കൂടുതലായിരിക്കും. അത്തരം സ്റ്റോക്സുകളിൽ ഇന്ന് ഓപ്പണിംഗ് ചെയ്യുന്ന 15 മിനിറ്റിൽ പിൻ ബാർ ഫോം ചെയ്യുന്ന സ്റ്റോക്സുകളാണ് ഈ ഒരു സ്കാനർ സെലക്ട് ചെയ്യുന്നത്. അത് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്തതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഒരു കണ്ടീഷൻ മാറ്റം വരുത്താം. അതായത് ഇപ്പൊ മന്ത്ലി നല്ല രീതിയിൽ ബുള്ളിഷിൽ പോകുന്ന സ്റ്റോക്സുകൾ എപ്പോഴാണ് ഓപ്പണിംഗ് 15 മിനിറ്റ് ക്യാൻഡിൽ പിൻ ബാർ ഫോം ചെയ്യുന്നത്, അത്തരം സ്റ്റോക്സുകൾ വേണമെങ്കിൽ നമുക്ക് സെലക്ട് ചെയ്യാം. അതല്ലെങ്കിൽ ഇപ്പൊ ന്യൂസ് ബേസ് ചെയ്ത് വരുന്ന സ്റ്റോക്സുകൾ അല്ലെങ്കിൽ റിസൾട്ട് ബേസ് ചെയ്ത സ്റ്റോക്സുകൾ അതൊക്കെ പിൻ ബാർ ഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ അത്തരം സ്റ്റോക്സുകൾ വേണമെങ്കിൽ നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. അപ്പൊ ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് വോളിയം ബേസ് ചെയ്തിട്ടാണ്. അപ്പൊ ഇതിൽ നമുക്ക് മാറ്റം വരുത്തണമെങ്കിൽ വരുത്താം. അപ്പൊ അതെങ്ങനെയാണ് ഈ ഒരു സ്ട്രാറ്റജി വർക്ക് ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. അപ്പൊ ഇതാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന സ്കാനർ. അപ്പൊ ഈ സ്കാനർ ഓപ്പണിംഗ് 15 മിനിറ്റിൽ പിൻ ബാർ ഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ അത്തരം സ്റ്റോക്സുകൾ നമുക്ക് ഫിൽട്ടർ ചെയ്ത് തരും. ഇവിടെ ഞാൻ ഒരു എക്സ്ട്രാ ഒരു കണ്ടീഷൻ കൂടി കൊടുത്തിട്ടുണ്ട്. അതായത് കഴിഞ്ഞ ദിവസത്തെ വോളിയം അതിന് തൊട്ട് മുമ്പത്തെ വോളിയത്തിനെ കാട്ടി കൂടുതലായിരിക്കണം. അത്തരം സ്റ്റോക്സുകളിൽ ഇന്ന് ഓപ്പണിംഗ് 15 മിനിറ്റ് ക്യാൻഡിലിൽ പിൻ ബാർ ഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സ്റ്റോക്സുകളാണ് നമുക്ക് ഫിൽട്ടർ ചെയ്ത് തരാം. ഇവിടെ തന്നെ നമുക്ക് ഈ ഒരു കണ്ടീഷൻ നമുക്ക് വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് സ്റ്റോക്സുകളൊന്ന് ഫിൽട്ടർ ചെയ്ത് കിട്ടാൻ വേണ്ടിയാണ്. ഇപ്പോൾ നമുക്ക് ഈ കണ്ടീഷൻ അവോയ്ഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ എത്ര സ്റ്റോക്സുകൾ കിട്ടും നോക്കാം. ഇപ്പോൾ 9 സ്റ്റോക്സാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ആ ഒരു കണ്ടീഷൻ കൊടുത്തിട്ട് ആ കണ്ടീഷൻ കൊടുക്കാണ്ട് തന്നെ നമുക്ക് 19 സ്റ്റോക്സുകൾ വരുന്നുണ്ട് ഉണ്ടോ. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഒരു കണ്ടീഷൻ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ 9 സ്റ്റോക്സ് വന്നിട്ടുള്ളൂ. ഇനി ഇതെങ്ങനെ വർക്ക് ചെയ്യാൻ നോക്കാം. നമുക്ക് ആദ്യത്തെ സ്റ്റോക്സ് സെലക്ട് ചെയ്യാം. അപ്പോൾ ഇതാണ് ഓപ്പണിംഗ് ക്യാൻഡിൽ 15 മിനിറ്റിലെ ഓപ്പണിംഗ് ക്യാൻഡിൽ. അപ്പോൾ നമുക്കിവിടെ ഒരു പിൻ ബാർ ഫോം ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഹൈ മാർക്ക് ചെയ്യാം കേട്ടോ. അതിൻ്റെ ഹൈ മാർക്ക് ചെയ്തിട്ട് ആ ഒരു ഹൈ ബ്രേക്ക് ഔട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ബൈയിലേക്ക് പോകാവുന്നതാണ് കേട്ടോ. ആ ബ്രേക്ക് ഔട്ട് ചെയ്ത് റീടെസ്റ്റ് നല്ല രീതിയിൽ കയറിപ്പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അടുത്ത സ്റ്റോക്സ് അതുലാണ്. അതും ഇവിടെയാണ് പിൻ ബാർ ഫോം ചെയ്തിരിക്കുന്നത് കേട്ടോ. അത് നമുക്ക് ആ ഒരു ഹൈ മാർക്ക് ചെയ്യാം. ഹൈ ബ്രേക്ക് ഔട്ട് ചെയ്തു നല്ല രീതിയിൽ കയറിപ്പോയിട്ടുണ്ടായിരുന്നു. അടുത്ത PVR ആണ്. അപ്പോൾ PVR ഇതാണ് ആ പിൻ ബാർ ഫോം ചെയ്ത ക്യാൻഡിൽ, ഓപ്പണിംഗ് ക്യാൻഡിൽ. അതിൻ്റെ ഹൈ നോക്കാം. അതും ഹൈ ബ്രേക്ക് ചെയ്ത് കുറച്ച് മുകളിലേക്ക് കയറിപ്പോയിട്ടുണ്ടായിരുന്നു. പിന്നെ സൈഡ് വൈസ് ആയിരുന്നു. പിന്നെ അംബുജ സിമെൻറ്റും ഇതായിരുന്നു പിൻ ബാർ. ഹൈ ബ്രേക്ക് ചെയ്തിട്ട് തിരിച്ച് കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇൻട്രാ ട്രേഡിങ്ങിന് വേണ്ടി യൂസ് ചെയ്യാൻ പറ്റിയ ഒരു സ്ട്രാറ്റജിയാണ്. പിന്നെ അപ്പോളോ ഹോസ്പിറ്റൽ ഇവിടെയാണ് പിൻ ബാർ ഫോം ചെയ്തിരിക്കുന്നത്. അത് ഹൈ മാർക്ക് ചെയ്യാം. ഹൈ ബ്രേക്ക് ഔട്ട് ചെയ്തപ്പോൾ നല്ല രീതിയിൽ കയറിപ്പോയിട്ടുണ്ട് കേട്ടോ. ഇനി AB ക്യാപിറ്റലും ഇവിടെ പിൻ ബാറാണ് ഫോം ചെയ്തിരിക്കുന്നത്. അത് ബ്രേക്ക് ഔട്ട് ചെയ്തു കയറിയിട്ടുണ്ട്. ഇവിടെ നിന്ന് ചെറിയ മൂവ്മെൻറ്റ് വന്നിട്ടുള്ളൂ. ചില ദിവസങ്ങളിലൊക്കെ നല്ല മൂവ്മെൻറ്റ് കിട്ടാറുണ്ട്. ഒരു സൈഡ് വൈസ് മൂവ്മെൻ്റ് ആയി പോയിരുന്നു AB ക്യാപിറ്റൽ. ഈ ശ്രീറാം ഫിനാൻസ് നോക്കാം. ശ്രീറാം ഫിനാൻസും വലിയ മൂവ്മെൻറ്റ് വന്നില്ല. ഒരു ചെറിയൊരു മൂവ്മെൻറ്റേ കിട്ടിയിട്ടുള്ളൂ കേട്ടോ. ഇതൊരു ഹൈ പോയി ഉണ്ടായിരുന്നു. സൺ TV പിൻ ബാർ ഓപ്പണിംഗ് 15 മിനിറ്റ് ക്യാൻഡിൽ ഇതാണ്. അതിന് പിൻ ബാർ ബ്രേക്ക് ഔട്ട് ചെയ്തപ്പോൾ നല്ല രീതിയിൽ കയറിപ്പോയിട്ടുണ്ടായിരുന്നു. ക്യാൻഫിൻ ഹോം ഇതാണ് പിൻ ബാർ. അതുകൊണ്ട് നല്ല രീതിയിൽ ബ്രേക്ക് ഔട്ട് ചെയ്തില്ല, ജസ്റ്റ് ടച്ച് ചെയ്ത് താഴേക്ക് വരാണ് ചെയ്തത്. ഓക്കെ, ഇനി നമുക്ക് വേണമെങ്കിൽ വേറൊരു കണ്ടീഷൻ വേണമെങ്കിൽ കൊടുക്കാം. അതായത് ഈ കണ്ടീഷൻ വേണമെങ്കിൽ നമുക്ക് അവോയ്ഡ് ചെയ്തിട്ട് ഇപ്പോൾ പേഴ്സൻറ്റേജ് ചേഞ്ച്, അതായത് മന്ത്ലി പേഴ്സൻറ്റേജ് ചേഞ്ച് ഗ്രെയ്റ്റർ ദാൻ 1 കൊടുക്കാം. അതായത് ബുള്ളിഷ് ട്രെൻഡ്, അതായത് ഈ മാസം ബുള്ളിഷിൽ പോകുന്ന സ്റ്റോക്സുകൾ കിട്ടാൻ വേണ്ടിയാണ് ഗ്രെയ്റ്റർ ദാൻ 1.
അപ്പോൾ ബുള്ളിഷിൽ പോകുന്ന സ്റ്റോക്സുകൾ നമുക്ക് ഫിൽറ്റർ ചെയ്ത് കിട്ടുന്നതാണ്. കണ്ടോ, അപ്പോൾ നമുക്ക് ബുള്ളിഷിൽ പോകുന്ന സ്റ്റോക്സുകൾ കിട്ടും. മദർസൺ ഇവിടെ കണ്ടു, പിൻ ബാർ ഹൈ ബ്രേക്ക് ചെയ്തപ്പോൾ നല്ല രീതിയിൽ കയറിപ്പോയിട്ടുണ്ടായിരുന്നു. ഗ്ലെൻമാർക്ക് ഹൈ ബ്രേക്ക് ചെയ്തപ്പോൾ നല്ല രീതിയിൽ കയറിപ്പോയിട്ട്. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഇഷ്ടമുള്ള കണ്ടീഷൻസ് ആഡ് ചെയ്ത് നമുക്കിത് സ്റ്റോക്സുകൾ ഫിൽറ്റർ ചെയ്യാവുന്നതാണ്. ഇതാകുമ്പോൾ 2 സ്റ്റോക്സിൽ വന്നിട്ടുള്ളൂ, ഡിക്സനും അംബുജ സിമെൻറ്റും മാത്രം വന്നിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ അങ്ങനെ നമുക്ക് അപ് ട്രെൻഡിൽ പോകുന്ന സ്റ്റോക്സിൽ മാത്രം സെലക്ട് ചെയ്ത് ആ സ്റ്റോക്സുകളിൽ എപ്പോഴാണ് ഈ ഒരു പിൻ ബാർ ഫോം ചെയ്യുന്നത് അത് നോക്കിയിട്ട് നമുക്ക് എൻട്രി എടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ 2 കണ്ടീഷനും ഡിസേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇവിടുന്ന് ഡിസേബിൾ ചെയ്യാൻ പറ്റുന്നതാണ് കണ്ടീഷൻസ്. ഇപ്പോൾ നമ്മൾ ഈ 2 കണ്ടീഷൻ ഡിസേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് സ്റ്റോക്സുകൾ വരും. അപ്പോൾ ആ സ്റ്റോക്സുകൾ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി, നമുക്ക് ഫിൽറ്റർ ചെയ്യാൻ വേണ്ടിയാണ് കണ്ടീഷൻസ് ഇങ്ങനെ കൊടുത്തത്. അപ്പോൾ നമുക്ക് നല്ല ബുള്ളിഷുള്ള സ്റ്റോക്സുകൾ മാത്രം കിട്ടും. ആ ഒരു സ്റ്റോക്സിൽ പിൻ ബാർ ഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ ഉണ്ടാവും, അതിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്യുന്നതനുസരിച്ച് നമുക്ക് ബൈ എടുക്കാം. സാധാരണയായിട്ട് നമ്മൾ സ്റ്റോപ്പ് ലോസ് കാണുന്നത് ഈ ഒരു പിൻ ബാറിൻ്റെ ലോയ്ക്ക് താഴെയാണ് സ്റ്റോപ്പ് ലോസ് കാണാറ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് നോക്കാവുന്നതാണ് ഈ ഒരു സ്ട്രാറ്റജി. അപ്പോൾ ആദ്യം കുറച്ച് ദിവസങ്ങളിൽ നിങ്ങൾ പേപ്പർ ട്രേഡ് ചെയ്ത് നോക്കാം. അപ്പോൾ ഈ ഒരു സ്കാനറിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു സ്കാനർ സേവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ സേവ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇതേപോലെ എഡിറ്റ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഞാൻ ജസ്റ്റ് വോളിയത്തിൻ്റെയും അതുപോലെ മന്ത്ലി പേഴ്സൻറ്റേജ് ചേഞ്ചാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ അപ് ട്രെൻഡിൽ പോകുന്ന സ്റ്റോക്സുകളുടെ കണ്ടീഷനൊക്കെ നിങ്ങൾക്ക് ഇവിടെ ആഡ് ഓൺ ചെയ്യാവുന്നതാണ്. അപ്പോൾ അത്തരം സ്റ്റോക്സുകളിൽ ഓപ്പണിംഗ് 15 മിനിറ്റിൽ പിൻ ബാർ ഫോം ചെയ്യുകയാണെങ്കിൽ ആ ഒരു ഹൈ ബ്രേക്ക് ഔട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ അപ് ട്രെൻഡ് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്ത് നോക്കാം. അപ്പോൾ ഈ ഒരു സ്ട്രാറ്റജി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ പേപ്പർ ട്രേഡ് ചെയ്ത് നോക്കാം. അപ്പോൾ പേപ്പർ ട്രേഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ മാത്രം ലൈവ് ട്രേഡിലേക്ക് പോയാൽ മതി. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിൽ കണ്ടീഷൻ വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഇവിടെ ഞാൻ കൊടുത്തിരിക്കുന്നത് വോളിയത്തിൻ്റെ കണ്ടീഷനാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ അപ് ട്രെൻഡിൽ പോകുന്ന സ്റ്റോക്സുകളുടെ കണ്ടീഷൻ കൊടുക്കാം. അപ്പോൾ അപ് ട്രെൻഡിൽ പോകുന്ന സ്റ്റോക്സുകളിൽ ഇതേപോലെ ഓപ്പണിംഗിൽ 15 മിനിറ്റിൽ പിൻ ബാർ ഫോം ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഹൈ ബ്രേക്ക് ഔട്ട് ചെയ്യുമ്പോൾ ബൈ എന്ന രീതി കൺസെപ്റ്റിൽ നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. ഇത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് എനിക്കൊന്ന് മെസ്സേജ് ചെയ്താൽ മതി. അതുപോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒരുപാട് നല്ല സ്ട്രാറ്റജീസ് വീഡിയോസ് ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും അടുത്ത ദിവസം വരാം. അതുവരെ നന്ദി, നമസ്കാരം.